ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പറയണത്, അങ്ങനെ രാഹുൽ ഞെട്ടിപ്പോണ് തൻ്റെ മകളുടെ കാഴ്ച കണ്ടിട്ട് കാണിച്ചാൽ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ സരയുവിന് ആരെയും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. മുമ്പിൽ വന്ന് നിൽക്കുന്നത് സ്വന്തം അച്ഛനാണോ എന്ന് പോലും സരയുവിന് അറിയുന്നില്ല കേട്ടോ. സരയു പറഞ്ഞിട്ടാ പോയി ബൊമ്മ മേടിച്ചിട്ട് വാടാ, കുട്ടിക്ക് കളിക്കാൻ വേണ്ടി കൊച്ചിനെ കളിക്കാൻ വേണ്ടിയിട്ട് പാവ വാങ്ങിച്ചിട്ട് വാടാ എന്നൊക്കെ പറയാണ്. അത് കാണുന്ന രാഹുലിനാകെ ദേഷ്യം വരുന്നു കേട്ടോ. ഷാരി പറയണ്ട, കണ്ടില്ലേ മതിയായില്ലേ നിങ്ങൾക്കിപ്പോൾ തൃപ്തിയായില്ലേ, പൊന്നുമോളുടെ അവസ്ഥ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കിരൺ പറയണ്ട്, നിങ്ങൾ ഇവൾക്ക് വേണ്ടിയല്ല ജീവിച്ചത്, ഇവളുടെ വാശിയെല്ലാം നടത്തിക്കൊടുത്ത് അവളെ ഒരു ചീത്ത സ്ത്രീയാക്കി മാറ്റിയത് നിങ്ങൾ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലിനെ കുറ്റപ്പെടുത്താണ്. രാഹുൽ പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം മനോഹറാണ് എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ട്, മനോഹർ ഇവളുടെ ജീവിതത്തിൽ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? 2 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് ഇവളുടെ ജീവിതം വളരെ നല്ലതായിരുന്നല്ലോ. നിങ്ങളുടെ പറച്ചിൽ കേട്ടാൽ തോന്നും ഇവള് മുമ്പ് ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര നല്ല സ്വഭാവമായിരുന്നു, മനോഹറാണ് ഇവളെ ചീത്ത സ്വഭാവത്തിലാക്കിയെന്ന്. അവന് ശരിക്കും പറഞ്ഞാൽ അതിൽ യാതൊരു പങ്കുമില്ല. എല്ലാത്തിനും കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പണത്തിനോട് ആക്രാന്തമാണ്. അതന്നെ നിങ്ങൾ നിങ്ങളുടെ മോളെയും പഠിപ്പിച്ചു. മനോഹർ വന്നു, അവൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മോളെ, അവനിപ്പോൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ മോളെ ശരിക്കും സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചു. അവൾ ആ അഭിനയത്തിൽ വീഴുകയും ചെയ്തു. അവൻ നഷ്ടപ്പെട്ടു, അവൻ ഫ്രോഡാന്ന് പറഞ്ഞപ്പോൾ അവൾ ഈ അവസ്ഥയിലായി. അത്രയേ ഉള്ളൂ. ഇതിൽ മനോഹറിന് പങ്കൊന്നുമില്ല. എല്ലാത്തിനും കാരണം നിങ്ങൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഷാരി പറയേണ്ട, അതെ എല്ലാത്തിനും കാരണം ഇയാൾ തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും രാഹുൽ പറഞ്ഞ, എന്തായാലും എനിക്ക് അവനെ കാണണം. ആ മനോഹർ അവൻ ജീവനോടെ ഉണ്ടോ അത് ചത്തോ എന്ന് കിരണിനോട് ചോദിക്കുമ്പോൾ കിരൺ പറഞ്ഞ, അവൻ്റെ കാഴ്ച കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വാ എന്ന് പറയാണ്. അപ്പോൾ അനന്തരവനല്ലേ വിളിക്കണത് എന്ന് ഷാരി പറയുമ്പോൾ കിരൺ പറയണ്ട്, ആടനന്തരവൻ എന്തനന്തരവൻ? ഞാൻ ഇയാളെ എൻ്റെ അങ്കിളായിട്ട് കണ്ടിട്ടില്ല. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവനെടുക്കാൻ വന്നൊരു കാലനായിട്ടാണ് ഞാൻ ഇയാളെ കാണുന്നത്. വാടോ കാല എന്ന് പറഞ്ഞിട്ട് രാഹുലിനെ വിളിച്ചുകൊണ്ട് മനോഹർ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുക കേട്ടോ. അങ്ങനെ രാഹുൽ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ഷാരി ചോദിക്കേണ്ട, മോളെ ഇപ്പം വന്നത് ആരാന്ന് മോൾക്ക് മനസ്സിലായോ? മോളുടെ അച്ഛനാ, നീ ബോഡി എന്ന് പറയാം കേട്ടോ ഷാരിയുടെ അടുത്ത്. ഷാരി പൊട്ടിക്കരയാണ്. അങ്ങനെ രാഹുലിനെ കൂട്ടിക്കൊണ്ട് കിരൺ പിന്നീട് വന്ന് ഹോസ്പിറ്റലിലാണ്. അവൻ ഇവിടെയാണോ? എവിടെയാ? മോർച്ചറിയിലാണോ? മോർച്ചറിയിൽ അല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നിട്ട് അവനെ മോർച്ചറിയിലാക്കും. അതൊക്കെ നിങ്ങളുടെ കാര്യം. നിങ്ങൾ അവനെ കൊല്ലിയോ ജീവനോട് വിടോ എന്ത് വേണമെങ്കിൽ ചെയ്തോ, അത് നിങ്ങളുടെ കുടുംബ പ്രശ്നം. നിങ്ങൾ അവനെ കാണിക്കണമെന്ന് തോന്നി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കിരൺ രാഹുലിനെയും കൂട്ടിക്കൊണ്ട് ICUവിൻ്റെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. അവനിവിടെ കിടപ്പുണ്ട്, പോയി കണ്ടോ എന്ന് പറയണം. അങ്ങനെ രാഹുൽ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അകത്ത് കയറി പോകുമ്പോഴേക്കും നമ്മുടെ മനോഹർ അവിടെ കിടക്കുമായിരിക്കും കേട്ടോ. മനോഹറിൻ്റെ അടുത്തേക്ക് പോവാണ്. കുറച്ച് നേരം അടിമുടി നോക്കുവാണ്. ഇവനെ വലിയ പരിക്കുകളൊന്നുമല്ല. എൻ്റെ മോള് തലതല്ലി പൊട്ടിച്ചെന്ന് പറഞ്ഞപ്പോൾ സാമാന്യം ചെറിയ നല്ല രീതിയിൽ തന്നെ പരിക്കുണ്ടാവുന്ന വിചാരിച്ചത്. ഇത് വലിയ പരിക്കൊന്നും ഇല്ലല്ലോ എന്ന രീതിയിൽ മനോഹറിനെ നോക്കാണ് രാഹുൽ. ശേഷം മനോഹരനെ വിളിക്കണ്ടേടാ, എഴുന്നേക്കടാ, വൃത്തികെട്ടവനെ, എൻ്റെ മോൾ ഈ അവസ്ഥയിലാക്കിയിട്ട് കിടന്ന കിടപ്പ് കണ്ടില്ലേ, എഴുന്നേക്കടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ആ സമയത്ത് മനോഹർ പതുക്കെ കണ്ണ് തുറക്കുന്ന മനോഹർ രാഹുലിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. രാഹുൽ പറഞ്ഞെടാ, എൻ്റെ മോളുടെ അവസ്ഥ നീ ഇങ്ങനെ ആക്കിയപ്പോൾ നിനക്ക് സമാധാനമായാലോ? നിനക്ക് ഇതുകൊണ്ട് എന്താടാ കിട്ടിയത്? കുറേ പണം സമ്പാദിച്ചിട്ടുണ്ട്, ഒരു പെണ്ണിൻ്റെ ജീവിതം നീ തകർത്തില്ലേടാ. ഇതുപോലെ എൻ്റെ മോളെ പോലെ എത്രയോ പെണ്ണുങ്ങൾ ഇതേപോലത്തെ അവസ്ഥയിൽ എവിടെയൊക്കെ ഉണ്ടാവോടാ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കണം മനോഹറിന് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം മനോഹർ ബോധം തെളിഞ്ഞപ്പോൾ ഇപ്പോഴാണ് ബോധം തെളിഞ്ഞത്. അപ്പോൾ ആളൊന്നും പറഞ്ഞില്ല, മനോഹറിനൊന്നും അറിയത്തുമില്ല. മനോഹർ ഒന്നും അറിയാതെ പോലെ രാഹുലിൻ്റെ മുഖത്തൊക്കെ നോക്കുമ്പോൾ രാഹുൽ പറഞ്ഞ, എന്താടാ നീ എന്നെ ഇങ്ങനെ നോക്കണത്? നിനക്കെന്താ ഒന്നും മനസ്സിലായില്ലേ? നിനക്കെന്താടാ ഒന്നും ഓർമ്മയില്ലേ? അത് ഓർമ്മയില്ലാത്ത പോലെ നീ അഭിനയിക്കാൻ നീ മിടുക്കനാണല്ലോ. എൻ്റെ മോളുടെ അവസ്ഥ നെഞ്ചു പൊട്ടുന്ന ആ കാഴ്ച കണ്ടുവരുന്ന ഒരു അച്ഛനാണ് ഞാൻ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ജീവിച്ചതും എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. ജയിലിൽ പോയി കിടക്കുന്നത് പോലും എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. ആ മകളെ ആ അവസ്ഥയിൽ കാണേണ്ടി വന്നത് എൻ്റെ ഒരു അവസ്ഥ. ഞാൻ പരോളിൽ ഇറങ്ങിയിട്ട് എൻ്റെ മകളുടെയും ഭാര്യയുടെയും കൊച്ചുമകളുടെയും കൂടെ ഒരു നേരം ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരോളിൽ ഇറങ്ങി വന്നത്. ഞാൻ പോയത് ഭ്രാന്താശുപത്രിയിലേക്കാണ്. അവിടെ ഞാൻ കണ്ടുടാ എൻ്റെ മോളെ ഷോക്ക് അടുപ്പിച്ച് ഭ്രാന്തിയാക്കിയേക്കണം. എൻ്റെ മോളെ അവൾക്ക് ഷോക്ക് അടുപ്പിച്ചിട്ട് പോലും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. അവൾ മുഴുവട്ടായി, അവൾക്ക് ഭ്രാന്ത അവൾക്ക്. അവളെ മുമ്പിൽ നിൽക്കുന്ന ആളെ പോലും അവൾക്കിപ്പോൾ മനസ്സിലാവുന്നില്ലടാ എന്ന് പറയാണ് മനോഹർ. അപ്പോൾ രാഹുലിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. രാഹുൽ പറഞ്ഞിടാ, ഇതിപ്പോൾ എൻ്റെ മോളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നീ പറ്റിച്ച ഒരുപാട് പെണ്ണുങ്ങൾ സത്യം അറിഞ്ഞിട്ട് ഇതേപോലത്തെ അവസ്ഥയിൽ പല ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടാവൂടാ. എത്ര പെണ്ണുങ്ങളുടെ ജീവിതമാണ് നീ തകർത്തത്. ശരിയാ, നീ തകർത്ത ഒരു 50 പെണ്ണുങ്ങളുടെ ജീവിതം തകർത്തിട്ടുണ്ടെങ്കിൽ അതിൽ 10 പെണ്ണുങ്ങൾ ചിലപ്പോൾ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ബാക്കി 40 പെണ്ണുങ്ങളും അവരവരുടെ കുഞ്ഞിനെ വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് പല വഴി എന്താണ് ഇപ്പോൾ ജോലിക്കും പോകുന്നുണ്ടാവും. കഷ്ടപ്പെട്ട് കൂലിപ്പണിക്ക് വരെ മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടി കൂലിപ്പണിക്ക് വരെ പോകുന്നുണ്ടാവും. ചില പെണ്ണുങ്ങൾ ചിലപ്പോൾ മാനസിക നില തെറ്റി എൻ്റെ മോളെ പോലെ കിടക്കുന്നുണ്ടാവും. ചില പെണ്ണുങ്ങൾ ചിലപ്പോൾ കുഴഞ്ഞ് വീണ് മരിച്ചിട്ടുണ്ടാവും. നീ കാരണം, എല്ലാത്തിനും കാരണം നീയാടാ. എന്തിനാടാ നീ ഇങ്ങനെ ജീവിക്കണത്? നീ ഒന്നും മരിച്ചിരുന്നെങ്കിൽ എത്രയോ പെണ്ണുങ്ങൾ ഇനിയും രക്ഷപ്പെട്ടാനെ. അതുകൊണ്ട് നീ ഇനി ജീവനോട് ഇരിക്കണ്ട. എൻ്റെ മോൾ
മോൾക്ക് വേണ്ടി അല്ല, നീ ചതിച്ച ഒരുപാട് പെണ്ണുങ്ങൾക്ക് വേണ്ടി, നല്ല നല്ല പെണ്ണുങ്ങൾക്കും അവരുടെ വീട്ടുകാർക്കും വേണ്ടിയിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് പരലോകത്തേക്ക് പറഞ്ഞയക്കുവാടാ. ഇവിടെ കഴുത്തിന് ഇങ്ങനെ കയറി പിടിച്ചിങ്ങനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചിങ്ങനെ നെക്കുവാട്ടോ. അപ്പോഴേക്കും കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായി കാണിക്കണത്? നോക്ക്, നിങ്ങൾക്കിപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇവനെ കൊന്നാലും നിങ്ങൾ ജയിലിലേക്ക് തന്നെ പോകും. പക്ഷേ ഇവൻ മരിച്ചു കഴിഞ്ഞാലേ സമാധാനം വേണ്ടത് ഞാനാണ്. കാരണം ഞാനേ ഇവിടെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത്, പോടോ എന്ന് പറയാണ്. അങ്ങനെ രാഹുലിനെ അവിടെ നിന്ന് തള്ളി ഇറക്കി വിടാണ് നമ്മുടെ കിരൺ കേട്ടോ. ശേഷം കിരൺ മനോഹറിന് പറയുന്നുണ്ട്, അയാൾ പറഞ്ഞതൊക്കെ കേട്ടല്ലോ, നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ സരയു. ഓ, നിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ എത്രാമത്തെ ഭാര്യ നിനക്ക് പോലും അറിയില്ലല്ലോ. എന്തായാലും ഞാനൊരു നമ്പർ ഇടാം, നിൻ്റെ 100ാമത്തെ ഭാര്യ എന്ന് പറഞ്ഞിട്ടിടാം. അവളുണ്ടല്ലോ സരയു, അവൾ മെൻ്റൽ ഹോസ്പിറ്റലാടാ. നിനക്കറിയാവോ, ഇവിടെ എത്രയോ പെണ്ണുങ്ങളെ ജീവിതം നീ തകർത്തത്, എത്രയോ പെണ്ണുങ്ങൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇതുപോലെ കിടക്കുന്നുണ്ട് അവിടെ നിന്നെ ആലോചിച്ചിട്ട്, നിനക്കിപ്പോൾ ചത്തൂടിടാ എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവുകയാണ്. ശേഷം മനോഹർ സരയുവിനെ കുറിച്ചുള്ള കാര്യങ്ങളും പല പല പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചതും അവർ മനോഹറിന് ഒരുപാട് സ്നേഹിച്ചതും ഒക്കെ കാര്യങ്ങൾ മനോഹർ ഇങ്ങനെ ആലോചിക്കാട്ടോ. സരയുടെ ഈ അവസ്ഥക്ക് കാരണം താനാണ്. സരയുടെ മാത്രമല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ അവസ്ഥക്ക് കാരണം താനാണ്. ആ പെണ്ണുങ്ങളിപ്പോൾ എവിടെയാണെന്നോ ഏത് അവസ്ഥയിലാണെന്നോ ഒന്നും തനിക്കറിയില്ല. താൻ ചെയ്ത തെറ്റുകൾക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടേ പറ്റൂ. ഇനി എന്ത് പരിഹാരം കാണാൻ ഒന്നും കാണാൻ പറ്റില്ല. സരയുവിനെ ഒന്ന് പോയി കാണണം എന്ന് മനോഹർ തീരുമാനിക്കുകയാണ്. ഇവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം പോയി കാണേണ്ടത് അവളെയാണ്, സരയുവിനെ എന്ന് മനോഹർ മനസ്സിലങ്ങനെ ഉറപ്പിക്കാട്ടോ. ശേഷം മനോഹർ ഒരു ദിവസം ബോധം റിക്കവറായി വന്നുകൊണ്ടിരിക്കുമ്പോൾ സരയു ആണെങ്കിൽ മുഴുവട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടും കേട്ടോ. അങ്ങനെ പിന്നീട് സരയു ആകെ മെൻ്റൽ ഭയങ്കര പ്രശ്നമൊക്കെ ആവാണ്. സരയുവിനെ ചങ്ങലൊക്കെ കിടുക കേട്ടോ. അങ്ങനെ മനോഹർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ദിവസം ആദ്യം സരയുവിനെ കാണാൻ വേണ്ടി തന്നെ പോവാൻ തീരുമാനിക്കുകയാണ്. അവൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവോ? ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും. ആരെ കണ്ടിട്ടും മനസ്സിലാവുന്നില്ലെന്നല്ലേ പറഞ്ഞത്. സ്വന്തം അച്ഛനെ കണ്ടിട്ടും സ്വന്തം മകളെ കണ്ടിട്ട് പോലും അവൾക്ക് മനസ്സിലായില്ല. പിന്നെ തന്നെ കണ്ട എങ്ങനെ മനസ്സിലാവാനാണ്? എന്തായാലും പോയി നോക്കാം എന്ന് മനോഹർ വിചാരിക്കുകയാണ്. അങ്ങനെ മനോഹറാണെങ്കിൽ സരയുവിൻ്റെ അടുത്തേക്ക് പോകുക കേട്ടോ. സരയുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. സരയുവിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ പിന്നെ അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. കാരണം ഷാരി സമ്മതിക്കില്ല, അങ്ങനത്തെ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകും. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മനോഹർ സരയുവിനെ കണ്ടു തന്നെ തീരും, കാണുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, സരയുവിൻ്റെ അവസ്ഥ കാണുമ്പോഴാണ് മനോഹർ മനസ്സിലാക്കുകയുള്ളൂ, താൻ കാരണം എത്രയോ പെണ്ണുങ്ങൾ അനുഭവിച്ച കാഴ്ചയാണ് താൻ ഈ ഒരു കാഴ്ചയിലൂടെ കാണുന്നതെന്ന്. അങ്ങനെ മനോഹറിന് തൻ്റെ തെറ്റുകൾ, അതായത് തെറ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് സരയോട് ചെയ്ത തെറ്റുകളല്ല, ഒരുപാട് പെണ്ണുങ്ങളോട് ചെയ്ത തെറ്റുകളൊക്കെ സ്വയം മനസ്സിലാവാണ്. മനോഹർ നന്നാവുന്നുണ്ടെങ്കിൽ നന്നാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരവും കൂടിയിട്ടാണിത്. പക്ഷെ മനോഹർ നന്നായിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഒരുപാട് പെണ്ണുങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും മനോഹറിൻ്റെ പകരം വീട്ടാനായിട്ട്. അവരെല്ലാവരും കൂടി മനോഹറിനെ അടിച്ച് ചതിച്ച് കൊല്ലത്തേ ഉള്ളൂ. എന്തായാലും മനോഹറിൻ്റെയും സരയുവിൻ്റെയും ഈ ഒരു അവസ്ഥയുടെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി ഈ ആഴ്ച കാണാൻ പോകുന്നത്. പിന്നെ പ്രകാശിൻ്റെ ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. പ്രകാശൻ അങ്ങനെ ഓണത്തിൻ്റെ ആ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുക കേട്ടോ. തിരിച്ചു പോകുന്ന സമയത്ത് പ്രകാശൻ ഒന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ പെമ്മക്കളെ ഒന്ന് നോക്കുന്ന നോട്ടമുണ്ട് കേട്ടോ. കല്യാണിക്ക് നല്ല വിഷമമൊന്നുണ്ട്. അങ്ങനെ പ്രകാശൻ അവിടെ നിന്ന് പോകുകയാണ്. കല്യാണി പ്രകാശന് ഉടുക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പൈസയും ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നല്ലൊരു പ്രകാശന് കഴിയാൻ വേണ്ടിയിട്ട് ഒരു വാടക വീട് വരെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.